വനവാസം കഴിഞ്ഞ മക്കളെ ഇനി പട്ടാഭിഷേകമാണ്. നടക്കപ്പുറത്ത് യുദ്ധം, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒന്ന് ഓർക്കണം, 2000 മുതൽ 2017 വരെ മലയാള സിനിമ ഇൻഡസ്ട്രി അടക്കി ഭരിച്ചിരുന്ന മുതലാണ്. കിരീടം വച്ച രാജാവെന്നോ വയ്ക്കാത്ത രാജാവെന്നോ എങ്ങനെ വേണേലും അങ്ങേരെ വിശേഷിപ്പിക്കാം. വ്യക്തി ജീവിതത്തിൽ പുള്ളിക്കാരനൊന്ന് അടിപതറി വീണപ്പോഴത്തേക്കും പുള്ളിക്ക് നഷ്ടപ്പെട്ടു പോയത് മറ്റൊരു ഇന്ത്യൻ നടനും അവകാശപ്പെടാൻ പറ്റാത്ത ഹിറ്റ് റേഷ്യോ കൺസിസ്റ്റൻസിയാണ്. എന്തായാലും ഉയർത്തെഴുന്നേക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസ് പഞ്ഞിക്കിടൽ, ദ റിയൽ പഞ്ഞിക്കിടലിന് നമ്മളെല്ലാവരും അധികം വൈകാതെ സാക്ഷിയാവും. ബബ്ബ ട്രെയിലർ എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആദ്യമേ പറഞ്ഞേക്കാം, ഇതൊരു ട്രെയിലർ റിയാക്ഷൻ ഒന്നുമല്ല. നമ്മുടെ സംഭവം വേറെയാണ്. നമുക്കൊന്ന് പോയാലോ? ഹലോ സിനിഫൈൽസ്, വെൽക്കം ടു ടച്ച് മൈ ലൈഫ്. പിന്നെ ട്രെയിലർ കലക്കിയോ തിമിർത്തോ കിടിക്കുകയോ അതൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ചുമ്മാ തീയായിരുന്നു, ബ്ലാസ്റ്റ്, അല്ലാണ്ട് എന്ത് പറയാനാ. എന്തായാലും ട്രെയിലർ റിയാക്ഷനിലാണ് നമ്മൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മൾ ആദ്യമേ ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ടർ ദിലീപിനെ കുറിച്ചാണ്. ഐ റിപ്പീറ്റ്, ആക്ടർ ദിലീപിനെ കുറിച്ച് മാത്രം. അങ്ങേരുടെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേസ്, വഴക്ക്, ബഹളം, ഡിവോഴ്സ്, അങ്ങനെ പല പല കാര്യങ്ങൾ. ഈ സംഭവ വികാസങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒപ്പോസ് ചെയ്യുന്നവരും ഒക്കെ ഈ വീഡിയോ കാണാൻ സാധ്യതയുണ്ട്. അവരോടൊന്നേ പറയാനുള്ളൂ, ഉപ്പ് തിന്നവനാണെങ്കിൽ വെള്ളം കുടിക്കും, ഇന്നല്ലെങ്കിൽ നാളെ കുടിച്ചോളും. നമ്മൾ ആ കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആക്ടർ ദിലീപിനെ കുറിച്ച് സംസാരിക്കാം. നമ്മുടെയൊക്കെ എന്ന് പറയുന്നില്ല, എൻ്റെയൊക്കെ കുട്ടിക്കാലം അവിസ്മരണീയമാക്കിയ, മനോഹരമാക്കിയ, കുട്ടികളും കുടുംബ പ്രേക്ഷകരും മുതിർന്നവരും എല്ലാവരും ഒരേപോലെ സ്നേഹിച്ചിരുന്ന ജനപ്രിയ നായകൻ ദിലീപ്. മലയാള സിനിമ ഇൻഡസ്ട്രി അടക്കി ഭരിച്ചിരുന്ന ദിലീപ് 2000 മുതൽ 2017 വരെ നീണ്ട 17 വർഷക്കാലം തുടർച്ചയായിട്ട് ഓരോ വർഷവും വാണിജ്യാടിസ്ഥാനത്തിൽ ഹിറ്റുകൾ സമ്മാനിച്ചിരുന്ന ദിലീപ്. ഏറ്റവും കൂടുതൽ ഇയർ ടോപ്പറുകൾ വാരിക്കൂട്ടിയ ദിലീപ്. ഈ പറഞ്ഞ കാലയളവിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ തിയേറ്ററിൽ 100 ദിവസം ഓടിച്ച് റെക്കോർഡിട്ട ദിലീപ്. വേഷപ്പറച്ചുകളുടെ രാജകുമാരൻ, പൊട്ടനായും സ്ത്രീയായും അതുപോലെ കൂനനായും ഒക്കെ നമ്മുടെ മുമ്പിൽ ഒന്ന് അത്ഭുതപ്പെടുത്തിയ ദിലീപ്. പിന്നെ മറ്റൊരു ഇൻഡസ്ട്രിക്കും നടക്കത്തില്ല, അവകാശപ്പെടാൻ പറ്റത്തില്ല. മോളിവുഡിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന 2020 എന്ന് പറയുന്ന വിസ്മയം, അത് ഇൻഡസ്ട്രിക്ക് സംഭാവന ചെയ്യാൻ ധൈര്യം കാണിച്ച, സാഹസം കാണിച്ച ദിലീപ്. അങ്ങനെ ഇങ്ങനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ജനപ്രിയ നായകൻ, അൾട്ടിമേറ്റ് സ്റ്റാർ ദിലീപ്. ആ മനുഷ്യന് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകോ ഉണ്ണി എന്ന് ചോദിച്ചടുത്ത് നിന്ന് മലയാള സിനിമ ഇൻഡസ്ട്രി ഇതുവരെ കണ്ടില്ലാത്ത ദി ഗ്രേറ്റസ്റ്റ് എവർ കംബാക്കിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് കുറച്ച് നാൾ മുമ്പ് തുടരും എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നതിന് മുമ്പ് ലാലേട്ടൻ ഒരുപാട് വിമർശനങ്ങൾ കേട്ടായിരുന്നു. അങ്ങേരുടെ സ്ലീപ്പർ സെൽസ് ഓഡിയൻസ് അങ്ങേരുടെ ആ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയപ്പോൾ ഇങ്ങനെ ഓടി വരുന്നത് നമ്മൾ കണ്ടതാണ്. ആ പടം 200 കോടിക്ക് മുകളിൽ അടിച്ച കേരള ബോക്സ് ഓഫീസിൽ 100 കോടി ചുമ്മാ മുണ്ട് മടക്കി കുത്തി വന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാണെങ്കിൽ ഞാൻ മതിയടാ തകർക്കോടാ എന്ന് ലാലേട്ടൻ പ്രൂവ് ചെയ്തതാണ് സ്ലീപ്പർ സെൽസ് ഓഡിയൻസിനെ വെച്ച്. എൻ്റെ അഭിപ്രായത്തിൽ ലാലേട്ടനേക്കാൾ 10 ഇരട്ടി സ്ലീപ്പർ സെൽസ് ഓഡിയൻസ് ഒളിച്ചിരിക്കുന്ന ദിലീപ് എന്ന് പറയുന്ന നടനാണ്. ആ മനുഷ്യൻ്റെ പടത്തിന് ഒരു പോസിറ്റീവ് റെസ്പോൺസ്, ഒരേ ഒരു പോസിറ്റീവ് വരികയാണെങ്കിൽ കത്തും മക്കളെ. 100 അല്ല 200 കോടിയിൽ നിന്ന് നമുക്ക് ബോക്സ് ഓഫീസിൽ എണ്ണി തുടങ്ങാൻ പറ്റും. അതാണ് പുള്ളിയുടെ ഹ്യൂജ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പടത്തിൽ ദിലീപേട്ട മാത്രമല്ല, ലാലേട്ടൻ്റെ പ്രസൻസ് ഉണ്ട്. അങ്ങേരുടെ പ്രസൻസ് പിന്നെ പറയേണ്ട. ദി എൽ ഫാക്ടർ എന്ന് പറയുന്നത് അതൊരു പ്രത്യേക സംഭവം തന്നെയാണ്. ഇതിനു മുമ്പ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന സിനിമ റിലീസായപ്പോഴത്തേക്കും അതിന് എനിക്കൊരു ആവറേജ് പടമായിട്ടാണ് ആ സിനിമയെ തോന്നിയത്. പക്ഷേ മോഹൻലാൽ അവിടെ അവതരിച്ചപ്പോഴത്തേക്കും പിന്നെ ആ സിനിമയുടെ കൊമേഴ്ഷ്യൽ അടിസ്ഥാനം തന്നെ മൊത്തത്തിൽ അങ്ങ് മാറിപ്പോയി. ആ സ്കിമാറ്റിക്സിനെ തന്നെ പുള്ളി ചെതറിച്ച് കളഞ്ഞു. അപ്പോൾ അമ്മാതിരി പരിപാടിയാണ് ആ സിനിമയിൽ കാണിച്ചത്. അപ്പോൾ ലാലേട്ടൻ്റെ പീക്ക് ടൈമിൽ ദിലീപേട്ടനും ലാലേട്ടനും ഏട്ടനും അനിയനും ഒന്നിച്ച് വന്ന് തോളം തട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ ദിലീപേട്ടൻ്റെ പടമാണ്, ലാലേട്ടനുണ്ട് എന്ന് വെച്ച് ലാലേട്ടൻ ഫാൻസ് ഫുൾ ക്രെഡിറ്റ് ലാലേട്ടന് കൊണ്ട് കൊടുക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില ലാലേട്ടൻ ഫാൻസിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. വർഷം 2006, അതിലേക്ക് നമുക്കൊന്ന് പോകേണ്ടി വരും. ആ വർഷം മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്റ്റൈലിഷ് ആക്ഷൻ ത്രില്ലറുമായിട്ട് മമ്മൂക്ക ബിഗ് ബിയിലൂടെ വന്നായിരുന്നു. അതേ വർഷം തന്നെ മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു അഭിനയിച്ച എല്ലാ നടന്മാരും തകർത്ത് ആറാടിയ അൾട്ടിമേറ്റ് കോമഡി ഫൺ എൻ്റർടൈനറുമായിട്ടാണ് ചോട്ടാ മുംബൈയായിട്ട് ലാലേട്ടൻ വന്നത്. ആ വർഷം ഇയർ ടോപ്പർ തൂക്കിയത് ആരാണെന്ന് അറിയാവുക? ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയത്തില്ലായിരിക്കും. വിനോദയാത്ര എന്ന് പറയുന്നൊരു കൊച്ചു ചിത്രമായിട്ട് വന്ന് ദിലീപേട്ടനാണ് തൂക്കിക്കൊണ്ടുപോയത്. ആ ചരിത്രമുള്ള പുള്ളിയാണ്. ആ പുള്ളീനെ വെറുതെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തരുത്. 2017 ശേഷമുള്ള ദിലീപിനെ കാണുന്നവർക്ക് ദിലീപ് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ദിലീപിനെ അറിഞ്ഞവരാരും ദിലീപിനെ മറക്കത്തുമില്ല. പുള്ളിയുടെ പവർ എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ബിഗ് എംസിന് പോലും ടഫ് കോമ്പറ്റീഷൻ, ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു ദിലീപ്. ആ ദിലീപാണ് വന്ന് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ കൊലത്തൂക്ക് തൂക്കും. പുള്ളിക്ക് ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് കൊളാബറേഷൻസ് എപ്പോഴും നല്ലതാണ്. അത് ഇൻഡസ്ട്രിക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ തമ്മിലൊക്കെ ഹ്യൂജ് കൊളാബറേഷൻസ് നടക്കുന്നുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിലും അതേപോലെ നടക്കുന്നുണ്ട്. അപ്പം ഇൻഡസ്ട്രിയിലെ 2 ബിഗ് സ്റ്റാർസ് ഒന്നിക്കാൻ നേരത്ത് നടക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയുടെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഹ്യൂജ് സക്സസ് ആയിരിക്കും. അപ്പോൾ മോളിവുഡ് ഉയരട്ടെ, വാണിജ്യ അടിസ്ഥാനത്തിൽ വീണ്ടും 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 ഉയരട്ടെ. എന്തായാലും 2 ഏട്ടന്മാരും കൂടി സ്ക്രീനിൽ വന്ന് നിൽക്കുന്ന ഒരു സീനുണ്ടല്ലോ, അതാണ് മക്കളെ ഞാൻ ആലോചിക്കുന്നത് ഈ വർഷത്തെ
കിടിലൻ തിയേറ്ററിക്കൽ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഫ്രം മോളിവുഡ് എനിക്ക് ഫോർ മീ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ സിനിമ വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങൾ എന്ത് കാരണത്തിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്? ട്രെയിലർ കണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ സിനിമയിൽ ലാലേട്ടനെയും ദിലീപേട്ടനെയും ഫാൻസിനെ ഞാൻ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞേക്കുന്ന ഫാക്ടറാണ്. 2017 വരെ 2000 to 2017 വരെ നിങ്ങൾ വേണമെങ്കിൽ ദിലീപിൻ്റെ ഫിലിമോഗ്രഫി ആ സമയത്ത് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കുക. ക്ലീൻ ഹിറ്റുകൾ എല്ലാ വർഷവും പുള്ളി കൊടുത്തിട്ടുണ്ട്. അത് ഒരു നടനും കൊടുക്കാൻ പറ്റിയിട്ടില്ല. ലാലേട്ടനും കൊടുക്കാൻ പറ്റിയിട്ടില്ല, മമ്മൂക്കയ്ക്കും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് ദിലീപിന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്നൊരു സംഭവമാണ്. പുള്ളി തീയായിരുന്നറിയാം ആ സമയത്ത്. ആ തീയാണ് ഇനി അങ്ങോട്ട് പുള്ളി കത്തിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ മോളിവുഡ് വീണ്ടും പണ്ടത്തെ പോലെ ദിലീപിൻ്റെ കയ്യിലേക്ക് തന്നെ അങ്ങ് പോരും. അത് ദിലീപിന് അതിനുള്ള സംഭവമുണ്ട്. വെയിറ്റ് ചെയ്ത് കാണാം. അപ്പം കമൻറ്റ് ബോക്സ്. ബൈ ബൈ.